ഹായ് ഫ്രണ്ട്സ്, പിന്നയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെയധികം വിഷമകരമായിട്ടുള്ളൊരു കാര്യം പറയാനാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇന്നലെ ഒരാൾ മരണപ്പെടുകയാണ്. ചെയ്യാത്ത കാര്യം തെറ്റായ രീതിയിൽ ഒരു വീഡിയോ സ്ത്രീ പ്രചരിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് അയാൾ ആത്മഹത്യ ചെയ്തത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ വീഡിയോ കണ്ടാലറിയാം ആ വീഡിയോ എന്തിനാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത്. മുന്നേ 2 സ്ത്രീകൾ ഇതേപോലെ ചെയ്തിട്ട് അവരൊക്കെ റീച്ചായി. അതുപോലെ സോഷ്യൽ മീഡിയയിൽ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടും ആ റീച്ച് കൂട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പാവം ഒരു കുടുംബനാഥെ നല്ല ആത്മഹത്യ ചെയ്തത്. നമുക്കെല്ലാവർക്കും ആ വീഡിയോ കണ്ടാലറിയാം ആര് ഭാഗത്ത് തെറ്റിയെന്നുള്ളത്. എന്നിട്ട് പോലും ആ സ്ത്രീക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ഫോളോവേഴ്സ് കൂടി. അതൊക്കെ നമ്മളെ ഇന്നത്തെ മനുഷ്യന്മാരുടെ മൈൻഡ് സെറ്റാണ്. മറ്റുള്ള ആൾക്കാരുടെ ജീവിതം വെച്ചിട്ട് എന്തായാലും വേണ്ടില്ല, നമുക്ക് എൻ്റർടൈൻമെൻറ്റ് കണ്ടെത്തുക എന്നുള്ളത്. അത് വേറൊരു ഭാഗം. അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ ഭാഗം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരാണ് തെറ്റുകാരി എന്നുള്ളത്. ഒരാൾ ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന സമയത്ത് ബാക്കിൽ നിന്നിട്ട് ഒരാൾ ശരീരം കൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ബസ്സിൽ ഒരുപാട് പേരുള്ളതാണ്, തിരക്കുള്ളതാണ്. നമ്മുടെ നാട്ടിലെ റോഡും മറ്റുള്ള കാര്യങ്ങളും ഫെസിലിറ്റീസൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രശ്നമാണ്. അതായത് ബ്രേക്ക് ചെയ്യുന്ന സമയം ബ്രേക്ക് ചെയ്യാം, ഒന്നിക്ക് ഒരാൾ ചാടാം, അല്ലാന്നുണ്ടെങ്കിൽ കുഴി, ഹമ്പ് ഇതൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഒരു ബസ് പോകുമ്പോൾ ബസ്സിൽ ഒരിക്കലും സ്റ്റേബിളായിട്ട് കറക്റ്റ് നിൽക്കാൻ പറ്റില്ല. ഒന്നിക്ക് ബാക്കിലോട്ടോ ഫ്രണ്ടിലോട്ടോ മൂവിങ് ഉണ്ടാവും. അപ്പോൾ അതും പ്രതീക്ഷിച്ചിട്ട് ഒരു ക്യാമറയും വെച്ചിട്ട് ഒരാളെ ജീവിതം തുലക്കാൻ വേണ്ടി ഇറങ്ങിയെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും എന്താ പറയുക, ഒരാൾ ജീവൻ ഒരു കാരണമില്ലാണ്ട് ഇന്നലെ നഷ്ടമാകണം. അതിനെതിരെ ഒരു ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലാബിലുള്ളൊരു സ്ത്രീ ഇന്ന് ഫേസ്ബുക്കിൽ എന്തൊക്കെയോ അപരാധം പറിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആണുങ്ങൾക്കെതിരെ എന്ത് പറഞ്ഞാലും എന്ത് നുണപ്രചരണം ഉണ്ടാക്കിയാൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പേര് അവരുടെ ബാക്കിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. ഒരു വലിയ കണ്ണാടിയും പോത്തിൻ്റെ മൂക്കേറ് കിട്ടുന്നതിൻ്റെ അതുപോലത്തെ ഒരു മൂക്കുത്തി ഇട്ടിട്ട് വന്നിട്ട് ഏത് ക്യാമറയുടെ മുന്നിലും ജനക്കൂട്ടത്തിൻ്റെ മുന്നിൽ വന്നിട്ടും ആണുങ്ങൾക്കെതിരെ പറയുമ്പോൾ ആണുങ്ങൾ മുന്നിൽ നിന്നിട്ട് ആണുങ്ങൾക്കെതിരെ പറയുമ്പോൾ ഒരാൾ പോലും എതിർക്കാൻ പറ്റില്ല. കാരണം അവർ സ്ത്രീകളാണ്, സ്ത്രീ സുരക്ഷയാണ് മെയിൻ ഇന്ത്യയിൽ. നമ്മൾ ആണുങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നിയമം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കണ്ടിടത്തോളം സ്ത്രീകൾക്കാണ് സുരക്ഷ. അപ്പോൾ ആ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കിയത് ആണുങ്ങളാണ്. അങ്ങനത്തെ ഒരു നിയമം കൊടുക്കുന്നത് ആണുങ്ങളാണ്. എന്നിട്ട് പോലും ആണുങ്ങൾക്കൊരു സപ്പോർട്ടോ സുരക്ഷയുള്ള കാര്യമൊന്നും നമ്മൾ നിയമം കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവൃത്തികൾ വരുമ്പോൾ എല്ലാവരും സ്ത്രീകളൊപ്പം നിൽക്കും. അതിൽ കാര്യമുണ്ടോ തെറ്റുണ്ടോ എന്നൊന്നും നോക്കണില്ല ആരും. ഈ ഒരു ഇതിനു മുന്നേ 2 സ്ത്രീകൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അവർക്ക് സോഷ്യൽ മീഡിയ വളരെയധികം കൈയടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻസ്പയർ ആയിട്ടാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സ്ത്രീ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് വളരെ ഒരു കൊലപാതകം തന്നെയാണ്. അപ്പോൾ അതിനെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവണം. അതിന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനും, അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും. അപ്പോൾ ഇനി തന്നെയെങ്കിലും ആണുങ്ങൾക്കെതിരെയുള്ള ഇങ്ങനെ തെറ്റായ രീതിയിൽ ചെയ്ത തെറ്റാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം, അയാൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ചെയ്യാത്തൊരു തെറ്റിന് ഒരു കുടുംബനാഥ നില അങ്ങനെയൊക്കെ ജോലി ചെയ്യണ നമ്മളും നാളെ ഇതേപോലത്തെ അവസ്ഥ നമുക്ക് വരരുത്. അപ്പോൾ അതിനുള്ളൊരു പ്രധാന കാരണം ഇതുപോലുള്ള നിയമത്തിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ ഒരു സംഭവം കണക്കിലെടുത്ത് ഈ സ്ത്രീക്കെതിരെ മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ കൊടുക്കുകയും അവളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി ആ സ്വത്തിൻ്റെ മൊത്തം തുക ആ കുടുംബത്തിന് നഷ്ടപരിഹാരമായി കൊടുക്കണം. ഒന്നുകൂടെ പറയാം, ആ ഒരു മരിച്ചുപോയ വ്യക്തിയുടെ ജീവനോളം വില വരില്ലേ എത്ര കോടിയായാലും. അപ്പോൾ അത്ര നഷ്ടപരിഹാരം കൊടുത്ത് ആ കുടുംബത്തിനെ സേഫാക്കുക. നാളെ ഒരു ആണിനെതിരെയും ഇങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് മുന്നോട്ട് വരരുത്. അതിനുള്ള നിയമം വരണമെന്ന് പ്രത്യാശ കൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.